നവീന ആശയവും സാങ്കേതിക വിദ്യയും സംയോജിപ്പിച്ച് ബിസിനസ് മേഖലയിൽ ശ്രദ്ധേയരായി മാറിയ സ്ഥാപനമാണ് വിൻസ്മേര ജുവൽസ്. ഡൽഹിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനുമായി മീറ്റ് ആൻഡ് ഗ്രീറ്റ്. വിൻസ്മേര ഗ്രൂപ്പ് കോ ഫൗണ്ടർമാരായ ദിനേശ് കാമ്പ്രത്, മനോജ് കാമ്പ്രത് എന്നിവ ബിസിനസ് ആശയങ്ങൾ പങ്കുവച്ചു. ജനം TV ഗ്ലോബൽ എക്സലൻസ് അവാർഡ് വിതരണ ചടങ്ങിന് മുന്നോടിയായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. മീറ്റ് ആൻഡ് ഗ്രീറ്റ് പരിപാടിക്ക് ശേഷം ഇരുവരും ജനം TVയുമായി ഭാവി പദ്ധതികളും പങ്കുവച്ചു. 30 വർഷത്തോളമായി ഈ കമ്പോളത്തിൽ ഉണ്ട്. പക്ഷേ ഈ പേരെങ്ങനെ പുറത്തേക്ക് വരുന്നത്? ഇത് ഇപ്പോൾ റീറ്റെയിൽ രംഗത്തേക്ക് വരുന്നു. എന്താണ് നമ്മുടെ കമ്പനി ഒന്ന് പരിചയപ്പെടുത്തുകയും വേണം. നമ്മുടെ റീറ്റെയിൽ രംഗത്തേക്കുള്ള ഈ ഒരു ചൂടുവയ്പ്പിനുള്ള കാരണം കൂടി. ഞങ്ങളുടെ കമ്പനിയുടെ പേര് വിൻസ്മേര ജുവൽസ്. അതാണ് ഞങ്ങളുടെ റീറ്റെയിൽ ബ്രാൻഡിൻ്റെ പേര്. ഞങ്ങൾ 30 വർഷമായിട്ട് ജ്വല്ലറി ഫീൽഡിൽ ഞങ്ങൾ ഉള്ളവരാണ്. ഞങ്ങൾ ഹോൾസെയിലർ, മാനുഫാക്ചറർ, ഇമ്പോർട്ടർ, എക്സ്പോർട്ടർ എന്നീ മേഖലകളിലാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കമ്പനിക്ക് ഒരു ഫർദർ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് മുന്നോട്ട് പോകണം. എങ്ങനെ പോകണം എന്നുള്ള ആലോചിക്കുമ്പോൾ നമുക്ക് രണ്ടെണ്ണമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്നുകിൽ ഫോർവേഡ് ഇൻ്റർഗ്രേഷൻ എന്ന് പറയും ഞങ്ങളിതിൽ, അതായത് റീറ്റെയിൽ ബിസിനസ്, അല്ലെങ്കിൽ ബാക്ക്വേർഡ് ഇൻ്റർഗ്രേഷൻ, അതായത് മൈനിങ്, റിഫൈനിങ്, ഈ കാര്യങ്ങൾ. ഇതിലാണ് നമ്മുടെ ഒരു ജ്വല്ലറി ഇൻഡസ്ട്രി കംപ്ലീറ്റ് കിടക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ മൈനിങ് ആൻഡ് റിഫൈനിങ് ഇറ്റ്സ് എ വെരി ഹെഡേക്ക് ജോബ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൽ ഒരു അൺഓർഗനൈസ്ഡ് കോമ്പറ്റീഷൻ ഉള്ളതാണ്. ആൻറ്റി മണി ലോണ്ടറിങ്, നല്ലപോലെ ഇല്ലീഗൽ ആക്ടിവിറ്റി നടക്കുന്ന ഒരു സ്ഥലമാണ്. അതിലാണ് ഞങ്ങൾ റീറ്റെയിൽ ബിസിനസ്സിലേക്ക് പോകാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെയാണ് ഞങ്ങളുടെ ആദ്യത്തെ ഷോറൂം ഞങ്ങൾ കോഴിക്കോട് പൊറ്റമ്മൽ ജംഗ്ഷനിൽ ഞങ്ങളുടെ ഫസ്റ്റ് ഷോറൂം ഞങ്ങൾ സോഫ്റ്റ് ലോഞ്ച് കഴിഞ്ഞു. ചിങ്ങം 1 ഓഗസ്റ്റ് 17 ഞങ്ങളുടെ എല്ലാവരുടെയും മലയാളികൾക്ക് പ്രത്യേകിച്ച് അഭിമാനിക്കാൻ പറ്റുന്ന ലാലാട്ടനാണ് അതിൻ്റെ ഞങ്ങളുടെ ബ്രാൻഡ് അംബാസഡറും. അദ്ദേഹം തന്നെയാണത് ഗ്രാൻഡ് ഓപ്പണിംഗ് ചെയ്തിട്ട് ഞങ്ങളെല്ലാ നല്ല ജ്വല്ലറി സ്നേഹിക്കുന്ന നല്ല കസ്റ്റമേഴ്സ് ഞങ്ങളെല്ലാവരും വെൽക്കം ചെയ്യണം. ഞങ്ങളുടെ ഡിസൈൻസ്, ഞങ്ങളുടെ 30 വർഷത്തെ എക്സ്പീരിയൻസിൻ്റെ എങ്ങനെ ഞങ്ങൾ ഹാൻഡ് പിക്ക് ഡിസൈൻസ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ഷോക്കേസ് ചെയ്യുന്നുണ്ട്. അത് വന്നിട്ട് അനുഭവിച്ചറിയും. ഇപ്പോൾ മലയാളികളുടെ സ്വർണ്ണത്തോടുള്ള ഒരു അഭിനിവേശം ഞാൻ പറയേണ്ട കാര്യമില്ല, അതിവിടെ പറയുന്നത് കിട്ടും. മലയാളികൾ എപ്പോഴും നല്ല ഡിസൈൻ നോക്കി പോകുന്ന ആളുകളാണ്. ഡിസൈൻ നോക്കി അത് അവരുടെ ഫംഗ്ഷനുകൾ, പ്രധാനപ്പെട്ട ഫംഗ്ഷനുകളിൽ മാത്രമല്ല, മലയാളികൾ ഇടയ്ക്കിടയ്ക്ക് സ്വർണ്ണം വാങ്ങുന്ന ആളുകളും അത് പ്രദർശിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുമാണ്. പ്രദർശിപ്പിക്കുമ്പം നല്ലതായിരിക്കണം പ്രദർശിപ്പിക്കേണ്ടത്. ഏറ്റവും മോഡേൺ ഡിസൈൻ ആയിരിക്കണം. എന്നാൽ അത്യാവശ്യം നല്ല ഈ പൊലിമ തോന്നണം, സ്വർണ്ണത്തിനൊരു പൊലിപ്പം തോന്നണം എന്ന് പറയും. നമ്മുടെ ഡിസൈനും നമ്മുടെ ഇതെല്ലാം ആ രീതിയിൽ തന്നെ. അതായത് 2 കാര്യങ്ങളാണ് ഇതിൽ പറയാനുള്ളത്. ഒന്ന്, താങ്കൾ ആദ്യം പറഞ്ഞതുപോലെ വെയിറ്റ് കുറയണം. അത് ഞങ്ങൾ അങ്ങനെ പറയും, വെയിറ്റ് കുറയണം. ഇന്നത്തെ ഞങ്ങളുടെ ഫാക്ടറിയിൽ മോഡേൺ ടെക്നോളജിയാണ്. ഞങ്ങൾ ഒരു 5 വർഷം മുന്നേ എത്ര 100 ഗ്രാം കാണാൻ പൊലിമയുള്ള ഒരു ജ്വല്ലറി ഇന്ന് അത് 70 ഗ്രാമിലേക്ക് ഞങ്ങളുടെ ടെക്നോളജി വെച്ച് ഞങ്ങൾ മാറ്റി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗോൾഡിൻ്റെ പ്രൈസ് വളരെയധികം കൂടിക്കൊണ്ടിരിക്കുക. എല്ലാവർക്കും ഗോൾഡ് 100 ഗ്രാമിൽ നിന്ന് വാങ്ങിക്കാൻ എല്ലാവർക്കും പറ്റില്ല. അപ്പോൾ അത് 70 ഗ്രാമായി 60 ഗ്രാമായി ഞങ്ങൾ ആ ടെക്നോളജിയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അതാണ് അതിൽ പറയാനുള്ളത്. ടെക്നോളജി എങ്ങനെയാണ് ഒരു ടെക്നോളജി ജ്വല്ലറി മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീനെ കണക്ട് ചെയ്യുന്നുള്ളത്. രണ്ടാമത്തെ ഡിസൈനിങ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് ഡിസൈൻ, ഞങ്ങളുടെ മുന്നിലുള്ള എല്ലാ ഡിസൈൻസുകളും, അത് ഞങ്ങളുടെ പുരാണങ്ങളിൽ പറയുന്ന, ഞങ്ങൾ പറയുകയാണെങ്കിൽ സീതാ സ്വയംവരം ഞങ്ങളൊരു ഡിസൈനാണ്, ഞങ്ങളൊരു കൺസെപ്റ്റാണ്. സീതാ സ്വയംവരം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു ജ്വല്ലറി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നമ്മളെല്ലാവരും കഥയിലൊക്കെ വായിച്ച സീതയുടെ കല്യാണത്തിന് രാമനും സീതയും ഇട്ട ജ്വല്ലറിയുടെ കളക്ഷൻസ് അതുപോലും ഞങ്ങളോടത്ത് അത് അത്രയും പഴയത് അതുപോലും ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി അതിൻ്റെ ഡിസൈൻസ് ഞങ്ങളുടെ ഷോപ്പിൽ ഞങ്ങൾ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരു റീറ്റെയിൽ ജ്വല്ലറി ചിങ്ങത്തിന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു. എന്തായാലും നമുക്കൊരു ഐഡിയ കാണും, ഒരു കൺസെപ്റ്റ് കാണും, ഒരു വിഷൻ കാണും, ഈ ഒന്നിൽ തുടങ്ങി മുന്നോട്ടേക്ക് എന്നുള്ളത്. അത്തരം പ്ലാനിങ് ഒക്കെ നമ്മളുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ നേരത്തെ പോയത്. ഞങ്ങളിപ്പോൾ ഓൾറെഡി കോഴിക്കോട് പൊറ്റമ്മൽ ജംഗ്ഷനിൽ ഞങ്ങൾ ഓൾറെഡി നമ്മൾ സോഫ്റ്റ് ലോഞ്ച് കഴിഞ്ഞു. ചിങ്ങം 1 ഞങ്ങൾ ഗ്രാൻഡ് ഓപ്പണിംഗ് ആണ് ഞങ്ങൾ നിശ്ചയിക്കുന്നത്. ഓൾറെഡി ഷോപ്പ് റണ്ണാണ്. അതുമാതിരി നമ്മൾ ദുബൈയിൽ ഷാജ കരാമ സെൻറ്ററിൽ, ഷാർജയിൽ ഷാബിയ എന്നീ 3 ഷോപ്പുകൾ ഈ മാസത്തോടു കൂടി ഞങ്ങൾ സോഫ്റ്റ് ലോഞ്ച് ചെയ്യും. ആ സോഫ്റ്റ് ലോഞ്ച് അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പം ഒന്ന് കാലിക്കറ്റുണ്ട്, ഒന്ന് കണ്ണൂരുണ്ട്, അതുമായി ട്രിവാൻഡ്രത്ത് നമ്മൾ മേ ബി എൻഡ് ഓഫ് ദി ഇയർ ഞങ്ങൾ സ്റ്റാർട്ടാവും. ഈ ഒരു 10 ഷോപ്പുകൾ ഞങ്ങൾ ഇന്ത്യ ആൻഡ് ഇൻ്റർനാഷണൽ
ഞങ്ങൾ ഈ വർഷം നമ്മൾ ഈ 2025 ഞങ്ങൾ റൺ ചെയ്യും. അതാണ് ഞങ്ങളുടെ പ്ലാൻ.